ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റി ഒരു തേങ്ങ സംബന്ധി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വയോ വീഡിയോയിലേക്ക്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അരമുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അരമുറി തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കരിയാപ്പില ചേർക്കുന്നവർക്ക് കരിയാപ്പില ചേർക്കാം. ഇവിടെ മോന് കരിയാപ്പില അത്ര ഇഷ്ടമല്ല, അപ്പം ഞാൻ കരിയാപ്പില ചേർക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് താളിച്ചെടുക്കണം. എണ്ണ ഒഴിക്കുക, കടുകിടുക, ചെറിയുള്ളി വഴറ്റാം. ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം, നല്ലപോലെ വറുത്തെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തേങ്ങ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തുള്ള സംബന്ധിയാണ് ഇവിടെ കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ അടിപൊളിയായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് കടുക് താളിക്കാം. കടുക് താളിക്കാനായിട്ട് ഉള്ളി ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. വറുത്തതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച അരപ്പ് ഉള്ളി വറുത്തതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല തേങ്ങ കറി. ഏകദേശം കറി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു 2 തണ്ട് കരിയാപ്പല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറായിരിക്കും. ദോശയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ഒരു കറിയാണ്. വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.